നിങ്ങളിപ്പോൾ കാണുന്ന വീടുകളുണ്ടല്ലോ, ഇതിന് ഏകദേശം 400 വർഷത്തോളം പഴക്കമുണ്ട് കേട്ടോ. ഇത് അൽഹമ്ര എന്ന് പറയുന്ന സ്ഥലത്തെ വീടുകളാണ്. ഒമാനിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന പട്ടണമായിട്ടാണ് അൽഹമ്ര കണക്കാക്കപ്പെടുന്നത് കേട്ടോ. ഇതിൻ്റെ ഒരു സൈഡ് മലയോര ഗ്രാമവും മറ്റു സൈഡ് പട്ടണവുമാണ്. ഇതിന് ഏകദേശം 400 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് ചരിത്രകാരന്മാർ തന്നെ കണക്കാക്കപ്പെടുന്നത്. എങ്കിലും ഇതിലെ കുറേ വീടുകളെല്ലാം പൂർണ്ണമായും ഭാഗികമായും നശിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ വീടുകളെല്ലാം ഇവർ പുതുക്കിപ്പണിത് താമസയോഗ്യമാക്കിയിട്ടുണ്ട്. കുറേ വീടുകളെല്ലാം റെസ്റ്റോറൻറ്റ്, ഹോം സ്റ്റേ അങ്ങനെയുള്ളതെല്ലാം ആക്കി ഇവർ പുനർനിർമ്മിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ടൂറിസ്റ്റുകളെല്ലാം ഒരുപാട് വരുന്ന സ്ഥലമാണ്. ഈ സീസൺ ടൈമിലെല്ലാം ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വിസിറ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ്. ഇത് നിങ്ങളിപ്പോൾ കാണുന്ന ഒരു ഈന്തപ്പന തോട്ടമാണ്. അതായത് റോഡ് സൈഡിനോട് ഒരു സൈഡ് കൃഷിയും മറ്റു സൈഡ് വീടുകളും അങ്ങനെയായിട്ടാണ് ഇവിടുത്തെ ഒരു സ്ട്രക്ചർ നമുക്ക് ഇവിടെ വരുന്ന സമയത്തോ അല്ലെങ്കിലും കാണാൻ നമുക്ക് കഴിയാം. ഇതുപോലെ ഒരുപാട് വീടുകളുണ്ട്, 100 കണക്കിന് വീടുകളുണ്ട്. ഏറ്റവും കൂടുതൽ അൽഹമ്രയിൽ ഇങ്ങനെ വീടുകളുള്ളത് ഈ ഒരു പ്രദേശത്താണ്. ഇതെല്ലാം നശിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, ഇത് കൂടുതലും നിർമ്മിച്ചിരിക്കുന്നത്, ഇതിനൊരു 90% നിർമ്മിച്ചിരിക്കുന്നത് മണ്ണ്, ചളി, പിന്നെ വൈക്കോല്, വേവാത്ത ഇഷ്ടിക എന്നിവ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് മഴയത്തും അങ്ങനെ പ്രകൃതിയുടെ ഈ മാറ്റത്തിനനുസരിച്ച് ഇതെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ റൂഫ് നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് മരം കൊണ്ടാണ്. അതായത് മരത്തിൻ്റെ മേലെ മരം അങ്ങനെ അടുക്കി വെച്ച് അതിന് മേലെ ചെളി വെച്ച് കോൺക്രീറ്റ് പോലെ ചെയ്തിട്ടാണ് ഇതിൻ്റെ റൂഫെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് മഴ പെയ്യുന്ന സമയത്ത് ഇത് മണ്ണൊലിച്ചും അങ്ങനെയെല്ലാം ഇത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു സ്റ്റെയർ കേസാണ്. മേലോട്ട് 2 നിലയുള്ള ഒരു വീടാണിത്. അതിൻ്റെ സ്റ്റെയർ കേസാണ്. അത് ഏകദേശം പൂർണ്ണമായി നശിച്ച അവസ്ഥയിലാണ് കാണുന്നത്. വീട് പൂർണ്ണമായി നശിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കുറേ നമുക്കിങ്ങനെ കാണാം. ഇത് നമുക്ക് പുതുതായിട്ട് കാണുമ്പോൾ നമുക്ക് വലിയൊരു അത്ഭുതമായിട്ട് ഇത് തോന്നാം. കാരണം ഫുള്ള് മണ്ണിൽ ഇത്രയും വലിയ വീടുകൾ നിർമ്മിക്കണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാകും അന്നത്തെ കാലത്ത്. ഇതെല്ലാം തകർന്ന് അതിൻ്റെ റൂഫെല്ലാം തകർന്ന് താഴെ വീണ് കിടക്കുന്നതാണ്. ഇത് ഇവർ തൽക്കാലം വീഴാതിരിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ ചെയ്തിരിക്കുന്നത് പുതുതായിട്ട് ചെയ്തിരിക്കുന്നതാണ്. തൽക്കാലത്തേക്ക് വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്നത്. നമുക്ക് മേലെ കയറി പോകുന്നതൊന്നും സേഫല്ല. അവിടെയെല്ലാം റൂഫുണ്ട്, പക്ഷെ അങ്ങോട്ട് പോയാൽ നമുക്ക് ഒരു ഉറപ്പില്ലാത്ത ഒരു ഇതാണ്. അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. ഫൗണ്ടേഷനൊന്നും വലിയ ഇതായിട്ട് തോന്നുന്നില്ല കേട്ടോ. അതെല്ലാം വീണ് കിടക്കുകയാണ്. ഈ റൂഫെല്ലാം പണിതിരിക്കുന്നത് ഇത് നമ്മൾ ഈന്തപ്പനയുടെ കഴുക്കോലില്ലേ, അതുപോലെ നമ്മൾ നാട്ടിൽ കഴുക്കോല് ചെയ്യുന്നത് പോലെ ഇവിടെ ഈന്തപ്പന കൊണ്ട് അതിനെ കഴുക്കോൽ പോലെ ആക്കി അതിന് നിരത്തി വെച്ച് അതിൻ്റെ മേലെ ചളിയാക്കിയിട്ടാണ് ഇവർ ഇത് റൂഫെല്ലാം പണിതിരിക്കുന്നത്. അത് മഴ പെയ്യുന്ന സമയത്ത് അതെല്ലാം പൂർണ്ണമായും ഒലിച്ചുപോയ അവസ്ഥയിലാണ് കാണുന്നത്. ഇത് ഈ ഡോറാണ് മെയിൻ എൻട്രൻസ്. ഈ ഡോറാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കുറച്ച് അകലെ നിന്ന് ഇതിൻ്റെ വ്യൂ കാണിച്ചു തരാം. നേരിട്ട് കാണുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ടോ, അതുപോലെ ആയിരിക്കില്ല. നല്ല ഭംഗിയായിട്ട് ലോങ് എന്നുള്ള വ്യൂ ഒക്കെ കാണാൻ നല്ല ഭംഗിയായിട്ട് നമുക്ക് തോന്നും. ഒരു വീടല്ല, അതുപോലെ ഒരുപാട് വീടുകളുണ്ട്. ഏകദേശം സ്ട്രക്ചറെല്ലാം ഏകദേശം ഒരുപോലെ തന്നെയായിരുന്നു. ഡിസൈനാണ് അങ്ങോട്ട് മാറ്റം വരും. നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇത് കാണുന്നത്. ചെറിയ റൂമാണ് അലമാര പോലെ സെറ്റ് ചെയ്ത് അതിനകത്തെല്ലാം സാധനങ്ങളെല്ലാം ഇതൊരു പുതുക്കി പണിയാൻ ശ്രമിച്ചതാണ്. കോൺക്രീറ്റ് അതിൻ്റെ മഞ്ഞൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഒരിക്കലും ഒന്നും കാണേണ്ടതാണ്. ഫീസ് കാര്യങ്ങളൊന്നും ഇല്ല. താമസയോഗ്യമല്ലാത്ത ഏതുകൊണ്ടാണ് ഓരോ റൂമുകളാണ്.
ഒരുപാട് റൂമുകളുണ്ട്. കൂട്ടുകുടുംബം ആണ് കൂടുതലും ഇവിടെ കാണാൻ